യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ഡിസംബർ 2-ാം തീയതി. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 2-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഒരു വചനഭാഗം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നോക്കി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ദൂതൻ ഇങ്ങനെ പ്രകാരം പറഞ്ഞിരിക്കുകയാണ്. ഭയപ്പെടേണ്ട, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭയപ്പെടുന്ന ഒരു കാര്യത്തെയും ദൈവം നമുക്ക് തരുന്നില്ല എന്നുള്ളതാണ്. സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം, ദൈവിക ഇടപെടലുകൾ ഉണ്ടാകണം എന്നത് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും, ഏതൊക്കെ പ്രതിസന്ധികൾക്ക് നടുവിൽ മുട്ടുവിറക്കേണ്ട ഒരു സാഹചര്യങ്ങൾ വന്നാലും ദൈവം നമ്മളെ നോക്കി ദൂതനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്: ഭയപ്പെടേണ്ട. കാരണം എല്ലാത്തിനും ഒരു ഉത്തരമുണ്ട്. നമ്മുടെ ഭാവി ജീവിതത്തെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, രോഗബാധിതയോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ടിരിക്കുന്ന പട്ടിണിയും ദാരിദ്ര്യത്തെയും ഓർത്ത് നിങ്ങൾ വ്യാകുലപ്പെടുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ ഇന്നും എന്നും കാർന്നു തിന്നുന്ന പല വിധത്തിലുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ആത്മഹത്യ പ്രവണതകളും ഭയം മുതൽ എല്ലാ വിധത്തിലുമുള്ള ഈ സാഹചര്യങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ നമ്മളോട് പറയുകയാണ്: ഭയപ്പെടേണ്ട, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നുവെന്ന്. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ യേശു കർത്താവ് ജനിച്ചിരിക്കുന്നത് തന്നെ, അവൻ ജനിച്ചത് തന്നെ നമ്മുടെ ജീവിതത്തിലെ സകല തരത്തിലുമുള്ള രോഗങ്ങളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും പീഡനങ്ങളെയും പട്ടിണിയെയും ഒക്കെ എന്നേക്കുമായിട്ട് അകറ്റി, ഭയത്തെയൊക്കെ അകറ്റി നമുക്ക് സന്തോഷം തരാൻ വേണ്ടിയിട്ടാണ്. ഓർക്കുക, യേശു ലോകത്തിന് വേണ്ടി മാത്രമല്ല ജനിച്ചിരിക്കുന്നത്, നമ്മളെപ്പോലുള്ള നിങ്ങളെപ്പോലെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ദൈവം ജനിച്ചിരിക്കുന്നത്. ഇന്ന് ഈ നിമിഷം എൻ്റെ ഈ ഒരു ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിൽ ആരൊക്കെയോ വളരെയധികം ദുഃഖത്തിലാണ്, അവർ ഭയത്തിലാണ്, സന്തോഷം കിട്ടാത്ത ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവം പറയാൻ ആഗ്രഹിക്കുകയാണ്: ഇതാ ദൈവത്തിൻ്റെ പുത്രൻ നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരാനായി, പ്രകാശം നിങ്ങളിലേക്ക് ചൊരിയപ്പെടാറായി. അവൻ പറയുകയാണ്: ഭയപ്പെടേണ്ട, സന്തോഷത്തോടെ ഇരിക്കുക. കാരണം ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോകുന്നത് സങ്കടത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ വേദനയുടെയോ വാക്കുകളല്ല, മറിച്ച് സമാധാനത്തിൻ്റെ വാക്കുകളാണ്. ഈ ഒരു നിമിഷം കർത്താവ് പറയുകയാണ്: നിങ്ങൾ ഒറ്റയ്ക്കല്ല പ്രിയപ്പെട്ടവരെ, രക്ഷകനായ യേശു കർത്താവ് നിങ്ങളോട് കൂടെയുണ്ട് എന്ന്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, ദൈവമേ, നിൻ്റെ ദൂതൻ സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് വന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഭയപ്പെടുന്ന ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ, ഞങ്ങളെ അലട്ടുന്ന, ഞങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന എന്തുമായിക്കൊള്ളട്ടെ, തമ്പുരാനെ, നിൻ്റെ ദൂതൻ ഞങ്ങളുടെ ഇടയിലേക്ക് സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ട് കടന്നു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവേ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. ഭയത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും ഒക്കെ വളരെയധികം മാനസികമായിട്ട് തകർന്ന ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന, ഭയം കൊണ്ട് വിറയ്ക്കുന്ന ദൈവമക്കളെ സന്തോഷത്തിൻ്റെ സദ്വാർത്ത, ദൈവപുത്രൻ ജനിച്ച സദ്വാർത്ത ദൂതൻ അറിയിച്ചതുപോലെ വളരെ നല്ല നല്ല സന്തോഷത്തിൻ്റെ സദ്വാർത്തകൾ യേശു കർത്താവിലൂടെ പ്രിയപ്പെട്ട ദൈവമക്കളിലേക്ക് എൻ്റെ തമ്പുരാനെ നീ എത്തിക്കണമേ. നിൻ്റെ സമാധാനം അവരിൽ വസിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഭയപ്പെടേണ്ട. ദൈവം നിങ്ങളുടെ ഇടയിൽ വലിയൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നിങ്ങൾ ഭയപ്പെടാതെ കണ്ണീര് തുടച്ച് വളരെ ഹാപ്പിയായിട്ട് ദൈവത്തിനരികിലിരിക്കൂ. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് ഹൃദയത്തിൽ പറയൂ, ഉറക്കെ പറയൂ. കാരണം ദൈവം നമ്മളോട് കൂടെയുണ്ട്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളെ എപ്പോഴും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ സമാധാനം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും നിറയട്ടെ. ആവേ മരിയ.